നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ഇപ്പോൾ ആരംഭിക്കുകയാണ്. തലൈവിയില്ലാത്ത തമിഴ് രാഷ്ട്രീയം ആരിലേക്ക് അടുക്കുന്നു? പിൻഗാമിയെ മുൻനിർത്തിയുള്ള ചൊല്ലിയുള്ള ചർച്ചകൾ തമിഴ് രാഷ്ട്രീയത്തിൽ കൊഴുക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയം കൂടി തമിഴകത്തേക്ക് ഉറ്റുനോക്കുകയാണ്. തമിഴകത്തെ പിൻഗാമി ആര് എന്ന ചർച്ച കൊഴുക്കുമ്പോഴും 4 വർഷം മുൻപ് തെഹൽക്ക റിപ്പോർട്ട് ചെയ്ത പുറത്തേക്ക് വിട്ട ജയലളിതയ്ക്ക് സാവധാനം മരിക്കാനുള്ള വിഷം നൽകി എന്ന റിപ്പോർട്ട് ഇന്നത്തെ നിമിഷത്തിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. ജയലളിതയെ കൊല്ലാൻ തോഴി ശശികല മെർക്കുറി വിഷം കൊടുത്തിരുന്നു എന്ന വാർത്ത താൻ നൽകിയത് ജയലളിതയോട് അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന പ്രകാരമെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ ജീമോൻ ജേക്കബ് ശശികലയെയും അനുയായികളെയും പോയസ് ഗാർഡനിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് 2012 തെഹൽക്കയിൽ വാർത്ത വന്നത്. ജയലളിത അറിയാതെ ശശികല നടത്തിയ ചില ഇടപാടുകളെ തുടർന്നാണ് ഇരുവരും തമ്മിൽ തെറ്റിയതെന്നും ജീമോൻ ജേക്കബ് പീപ്പിളിനോട് പറഞ്ഞു. ആദ്യം റിപ്പോർട്ടിലേക്ക്. ദുരൂഹത ഉണർത്തുന്ന പല ചോദ്യങ്ങളും ഉയരുന്ന ഒരു ഘട്ടമാണിത്. സോഷ്യൽ മീഡിയ അടക്കം ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. 2012 പുറത്തു വന്ന തെഹൽക്കയുടെ ആ വാർത്തയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ. ഒരുപക്ഷെ നമ്മോടൊപ്പം അതിൻ്റെ കൂടുതൽ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോയാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മലയാളി കൂടിയായ ജീമോൻ ജേക്കബ് നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. അദ്ദേഹം അന്ന് തെഹൽക്കയുടെ സൗത്ത് ഇന്ത്യൻ ചുമതലയുള്ള വ്യക്തിയായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യ ടുഡേയുടെ അസോസിയേറ്റ് എഡിറ്റർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. ശ്രീ ജീമോൻ ജേക്കബ്, 2012 താങ്കൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും താങ്കൾക്ക് വസ്തുതാപരമായിട്ടുള്ള നിഗമനങ്ങൾ ഉണ്ടായിരിക്കണം. അതിൻ്റേതായ താങ്കൾക്ക് ബോധ്യമായ പല തലങ്ങളും ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ആ ദിവസത്തെ 2012 ആ വാർത്ത ഇന്നിപ്പോൾ ആകേണ്ടി വരുന്ന ഒരു ഘട്ടം. ആ ഘട്ടം പരിശോധിക്കുമ്പോൾ പലർക്കും പല സംശയങ്ങളും ആ വാർത്തയെ മുൻനിർത്തി ഏകോപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എത്തുന്ന തരത്തിൽ വരുന്നുണ്ട്. ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുത്തിയാൽ എന്തുകൊണ്ട് 2012 ഈ വാർത്ത വന്നു? അതിന് ആധാരമായിട്ടുള്ള വസ്തുതകൾ താങ്കളുടെ കൈവശം എന്തൊക്കെയാണുള്ളത്? 2012 ഞാൻ ഈ വാർത്ത എഴുതുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 17-ാം തീയതിയാണ് ജയലളിത വേദനിലയത്തിൽ നിന്ന് ശശികലയെയും കൂട്ടരെയും പുറത്താക്കിയത്. അതിന് പുറകിലുള്ള സംഭവവികാസങ്ങളിലേക്കായിരുന്നു എൻ്റെ അന്വേഷണം. ഇത്രയും കാലം ജയലളിതയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളെ ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് ഒരു വൈകുന്നേരം ജയലളിത പുറത്താക്കി എന്നുള്ള വസ്തുതയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിന് പുറകിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ചതിയുണ്ട് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ വസ്തുതകളും പരിശോധിച്ചതുകൊണ്ട് അന്ന് സമഗ്രമായിട്ടുള്ളൊരു റിപ്പോർട്ട് പൂർത്തിയാക്കുകയും അത് തെഹൽക്ക പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 3 കാര്യങ്ങളിലാണ് ജയലളിതയും ശശികലയും തമ്മിൽ തെറ്റാനായിട്ട് ഉണ്ടായത്. ഒന്ന്, ക്രമാതീതമായിട്ടുള്ള യാതൊരു കണക്കും കയ്യുമില്ലാത്ത രീതിയിൽ മണ്ണാർക്കുടി മാഫിയ എന്ന് അറിയപ്പെടുന്ന ശശികലയും അനുചര വൃന്ദങ്ങളും കൂടി തമിഴ്നാടിനെ കൊള്ളയടിക്കുന്നു എന്നുള്ള ഒരു വസ്തുത. 2, ജയലളിതയ്ക്കെതിരെ ഒരു ഉപജാപവൃന്ദം സൃഷ്ടിച്ചുകൊണ്ട് അഴിമതിക്കേസിൽ പെടുമ്പോൾ ജയലളിതയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയെന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ട്. 3, ജയലളിതയെ കൊല്ലുന്നതിന് വേണ്ടി, അതായത് വളരെ വിചിത്രമായ രീതിയിൽ ജയലളിതയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശശികലയും കൂട്ടരും ശ്രമിച്ചു എന്നുള്ളത് വസ്തുത കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 3 ഘടകങ്ങളാണ് എന്തായാലും താങ്കൾ ഒരുപക്ഷെ പങ്കുവയ്ക്കുന്നത്. ഇതിൽ ആദ്യത്തെ 2 ഘടകങ്ങൾ ഒരു ഇൻറ്റൻഷൻ്റെ നിലയിൽ എടുത്താൽ പിന്നീടുള്ള ചെയ്തിയാണ്.
ചെയ്യുന്ന പ്രക്രിയ, ആ പ്രക്രിയയിലേക്ക് കടന്നാൽ മരണത്തിന് ഹേതുവായ എന്താണ് ഹേതു, ആ ഹേതു എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് സാവധാനം മരണം, ഒരു സ്ലോ പോയിസണിലേക്ക് എത്തുന്നു എന്ന് താങ്കൾ ആധികാരികമായി പറയുന്നത്. ഇതൊരു നിഗമനത്തിലേക്ക് താങ്കൾക്ക് എത്താൻ തരത്തിൽ വസ്തുതാപരം, കാരണം ഒരു മെഡിക്കൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഒരുപക്ഷെ പ്രസ്താവന മാത്രമല്ല, ഇക്കാര്യത്തിൽ ബോധ്യം അത് ജയലളിത എന്ന വ്യക്തി വളരെ മഹാമേരുവായി അവിടെ നിൽക്കുന്നു. ആ ബോധ്യത്തിലേക്ക് താങ്കളുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇതിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമായി ജയലളിതയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ മഹാമേരുവായി നിൽക്കുന്ന ജയലളിതയ്ക്ക് എന്തുകൊണ്ട് അതിലൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ തലത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല? ഇത്തരം വസ്തുതകൾ കൂടി ഒരു വ്യക്തത വേണം. ജയലളിതയെ സ്ലോ പോയ്സൺ കൊടുത്തു എന്ന് പറയുന്നതിന് എനിക്ക് വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിങ്ങളുടെ മുമ്പിലില്ല. ഞാൻ അന്ന് ആ വാർത്ത എഴുതുമ്പോൾ എനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത എഴുതിയത്. ജയലളിതയ്ക്ക് ഞാൻ ഈ വാർത്ത എഴുതിയതിന് ശേഷം ഒരു 15-16 ദിവസങ്ങൾക്ക് ശേഷം ശശികല വീണ്ടും ഭേദനിലയത്തിലെത്തി. അത് വളരെ എല്ലാവരും ശശികലയുടെ പതനം തമിഴ്നാട്ടിൽ ആഘോഷിക്കുമ്പോഴാണ് ശശികല തിരിച്ചെത്തിയത്. അപ്പോൾ അതേക്കുറിച്ചും ഞാൻ പിന്നീട് അന്വേഷിക്കുകയുണ്ടായി, വാർത്ത കൊടുക്കുകയുണ്ടായി. ഈ ശശികലയും ജയലളിതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയില്ലാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദൃഢമായ ഒരു ബന്ധമുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങൾ പല കാരണങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. എന്തായിരുന്നാലും ശശികലയിൽ ജയലളിതയ്ക്ക് വളരെ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. അതായത് ജയലളിതയ്ക്ക് ഇക്കാര്യം അതിലൊരു ചില മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ ചില രഹസ്യമായി ജയലളിത പോയി ഈ പറയുന്ന ആരോഗ്യ വിദഗ്ധരെ കണ്ടിരുന്നു, പല ഘടകങ്ങൾ തേടിയിരുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ജയലളിതയ്ക്ക് കൂടി ശശികലയെ മുൻനിർത്തി ബോധ്യമായിരുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലഭ്യമായ വളരെ വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്നുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത എഴുതിയത്. പിന്നീടുണ്ടായ സംഭവവികാസങ്ങളും അതിലേക്ക് തെളിവുകൾ. അതിനുശേഷം താങ്കൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് 4 വർഷം കഴിയുന്നു. ഓരോ സാഹചര്യങ്ങൾ പിന്നിടുമ്പോഴും ഇന്നിപ്പോൾ ദേ മരണത്തിലേക്ക് വന്നു നിൽക്കുന്നു. ഈ 4 വർഷവും ഓരോ വർഷം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന സംഭവവികാസങ്ങളും അന്നത്തെ വാർത്തയുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ താങ്കൾക്ക് കൂടുതൽ താങ്കൾ വിശ്വസിച്ച സോഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ കൂടുതൽ ആക്കം കൂടുകയായിരുന്നോ, അതോ ഇപ്പോഴും താങ്കൾ ആ വാർത്തയിൽ അല്ലെങ്കിൽ താങ്കളുടെ നിഗമനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടിൽ? ഞാൻ അന്ന് എഴുതിയ എല്ലാ വസ്തുതകളിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം അതിൽ തിരുത്തേണ്ടതായിട്ടുള്ള യാതൊരു പിന്നീടുണ്ടായ എല്ലാ സംഭവവികാസങ്ങളും അതിലേക്ക്, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക്, വസ്തുതകളിലേക്ക് ഊന്നൽ നൽകുന്നവയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ജയലളിത ശശികലയെ പുറത്താക്കിയതിന് ശേഷം 37 പേഴ്സണൽ സ്റ്റാഫുകളെ മന്ത്രിമാരിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തനായ പേഴ്സണൽ സ്റ്റാഫിനെ, PSO എന്ന് പറയും, പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, അയാളെ മാറ്റി. പിന്നീട് ഒരിക്കലും ഭേദനിലയത്തിൽ അയാൾ തിരിച്ചെത്തിയില്ല. ജയലളിതയ്ക്ക് ഭക്ഷണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന നേഴ്സിന് പിന്നീട് ഒരിക്കലും തിരിച്ചെത്തിയില്ല. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ജയലളിതയ്ക്ക് വളരെ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങളിൽ സംശയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പരിചാരികയുടെ കാര്യത്തിൽ, അതായത് ഈ പരിചാരികയെ ചുമതലപ്പെടുത്തിയത് ശശികലയാണെന്ന് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെയും ജയലളിതയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായെന്നും പറയുന്നു. അതിനെ കുറിച്ച്, അതായത് ശശികല ജയലളിതയുടെ ഗാർഡനിലേക്ക് താമസം ഉറപ്പിക്കുമ്പോൾ ഏകദേശം 40 പേരുമായിട്ടാണ് ശശികല അവിടെ എത്തുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന, ജയലളിതയോട് വളരെ അടുപ്പമുണ്ടായിരുന്ന എല്ലാ പരിചാരകരെയും ഒറ്റ ദിവസത്തിനുള്ളിൽ ശശികല മാറ്റി. ഇവരെല്ലാവരും തന്നെ മണ്ണാർകുടി എന്ന് പറയുന്ന തഞ്ചാവൂരിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന്, ശശികലയുടെ ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നത് അവരുടെ ലോയൽറ്റി,
എല്ലാം ശശികലയോടായിരുന്നു. അതിനെക്കുറിച്ച് ഇൻ്റലിജൻസ് ഏജൻസീസിന് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ജയലളിതയോട് പലരും സൂചിപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ജയലളിതയ്ക്ക് മറ്റുള്ളവരുമായിട്ടുള്ള സാമീപ്യം വളരെ മിനിമമായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയ വാർത്തയെ സംബന്ധിച്ചും അതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ചും അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ വളരെ വളരെ നരേറ്റീവായിട്ട് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്, 2011 പാർട്ടി ടിക്കറ്റുകൾ കൊടുക്കുന്നതിലുണ്ടായ അവിഹിതമായിട്ട് ശശികല ഇടപെട്ടതിനെക്കുറിച്ച്, ഓരോ വലിയ കോൺട്രാക്റ്റുകൾ, തമിഴ്നാട് ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ ആർക്ക് അനുവദിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഇടപെട്ടതിനെക്കുറിച്ച്, ഇതെല്ലാം വളരെ വിശദീകരിച്ച് ഞാൻ എൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഒരു മാധ്യമപ്രവർത്തകൻ്റെ ബോധ്യത്തിൽ നിന്നും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളാണ്. അദ്ദേഹം അടിയുറച്ച് 2012 പുറത്തേക്ക് വിട്ട വസ്തുതകൾ ഈ ഘട്ടം എത്തുമ്പോഴും അതിലേക്ക് വരുമ്പോഴൊക്കെ ആ ദുരൂഹതയുടെ ആക്കം സംബന്ധിച്ച് കൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ശ്രീ ജീമോൻ ജേക്കബിൻ്റെ വാദഗതികളെ? വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഇദ്ദേഹം മഞ്ഞ പത്രപ്രവർത്തകനല്ല, തോന്നിയ പോലെ ഇദ്ദേഹം തെഹൽക്ക പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട BJPയുടെ നേതാവിനെ ഒന്നും അല്ലാതാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് സ്കൂപ്പ്സ് കൊണ്ടുവന്ന ഒരു മാഗസിനിൽ പ്രവർത്തിച്ച ആൾ. 2, ഇന്ത്യ ടുഡേ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ അസോസിയേറ്റ് എഡിറ്ററാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനെ പോലത്തെ ആളൊരു ഉടായ്പൊന്നും പഠിച്ചുവിടാൻ പറ്റില്ല. അത് ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളെ ഈ സ്ഥാനത്ത് ഇരിക്കുകയില്ല, ഒന്നാമത്തെ കാര്യം. ഇദ്ദേഹം പറഞ്ഞതുപോലെ രണ്ടാമത്തെ വിഷയം, ഇദ്ദേഹം പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ജയലളിതയുടെ മരണം ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് മാറ്റി ഹിന്ദുവിൽ കോട്ട് ചെയ്യാം. ഫ്രണ്ട്ലൈൻ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട് ഇവരുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു വ്യക്തത ആർക്കുമില്ല. ചെറിയൊരു ശ്വാസതടസ്സം അങ്ങനെ പറഞ്ഞാണ് ഹോസ്പിറ്റലിലാക്കിയത്. അതിനുശേഷം പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. എന്താ സംഭവിച്ചത് ആർക്കും അറിയുന്നില്ല. 2, ഇവർക്ക് ഒരു മുഖ്യമന്ത്രിക്ക് നമുക്കറിയാം BS ഒക്കെ ഇങ്ങനെ ജീവിച്ചു വന്നു, നല്ല മെഡിക്കൽ ചെക്കപ്പും സൗകര്യങ്ങളും കിട്ടുന്നതുകൊണ്ടാണ്. ഇവർക്ക് ഫ്രണ്ട്ലൈൻ പറയുന്നത് ബ്രോങ്കൈറ്റിസ് ഉണ്ടായിരുന്നു, പ്രമേഹം ഉണ്ടായിരുന്നു, ഇതിനവർ ചികിത്സ നേടിയിരുന്നു. അപ്പം ഇവരെ കൃത്യമായി ചെക്ക് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ ഇവർക്ക് ഉപദേശം കൊടുത്തു, ഒരാഴ്ച മുമ്പ് ഉപദേശം കൊടുത്ത് ഇവരെ അഡ്മിറ്റ് ആയിരുന്നെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നാണ് ഫ്രണ്ട്ലൈനുമായിട്ട് സംസാരിച്ചിട്ടുള്ള അപ്പോളോ ഇതുവരെ പരിചരിച്ചിട്ടുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ ഉപദേശം ഡോക്ടർ കൊടുത്തില്ല? എന്തുകൊണ്ട് അങ്ങനെ ഉപദേശം ഡോക്ടർ കൊടുത്തിട്ടുണ്ട്, അവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല? ഇത് എളുപ്പമാണ്. ഞാനോ നിങ്ങളൊന്നല്ലല്ലോ, മുഖ്യമന്ത്രിയാണ്, സ്റ്റേറ്റ് മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുമായിട്ട് ഇപ്പം നമുക്ക് MGRൻ്റെ കാര്യം എടുക്കാം. MGR ഇതുപോലെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ MGRന് എന്താണ് അസുഖം എന്ന് ഏതാണ്ടൊക്കെ ധാരണ ആളുകൾ കിട്ടാൻ നല്ല ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ തീരാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു. പിന്നെ അദ്ദേഹം 2 വർഷം ജീവിക്കേണ്ടായി. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ കവറപ്പാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇവിടെ നിന്നാണ് നമുക്ക് സംശയം തുടങ്ങേണ്ടത്. കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത്തരം ചില വീഴ്ചകളുണ്ടായി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജനനായകന്മാരെല്ലാം ഈ രീതിയിൽ ചില ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. അവരെ ഒന്നും കൃത്യമായി കൊന്ന ആളുകൾ ചിലരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊല്ലിപ്പിച്ച് ആരാണ് കണ്ടുപിടിച്ചത്? രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി. മറ്റവരൊക്കെ ടൂളാ, കൊല്ലിപ്പിച്ച് ആരാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റേ ബാംഗ്ലൂർ എൻകൗണ്ടർ നീണ്ടത് രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ? അതുപോലെ ഇന്ന് ഇദ്ദേഹം നമ്മുടെ YSR ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരുന്നു, ആന്ധ്രാപ്രദേശിൽ ഉണ്ടാവില്ലായിരുന്നു. YSRന്റെ മരണം ആരാണ് കൊന്നത് കൃത്യം കണ്ടുപിടിച്ചത്. പിന്നെ അത് പ്രഗത്ഭമായിട്ടുള്ള ചില പത്രങ്ങളെല്ലാം തന്നെ ചില ന്യൂസ് റിപ്പോർട്ട് വന്നു, ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് രായ്ക്ക് രാമാന അത് മുക്കി. അപ്പം ഇന്ത്യയിലെ പല പ്രഗത്ഭരായ നേതാക്കന്മാർ ഇങ്ങനെ ദുരൂഹമായി കൊല്ലപ്പെടുന്നു, മരണപ്പെടുന്നു. വസ്തുതാപരമായ ഒരു നിഗമനം താങ്കളും കാണുന്നുണ്ട്. ശ്രീ ദേവദാസ്, ശ്രീ MM മസൂദിലേക്ക്, ADMKയുടെ ദേശീയ സമിതി അംഗം, അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ശ്രീ ദേവദാസ്, ഇവിടെ ആശുപത്രിയിലായ ഘട്ടം മുതൽ സെപ്റ്റംബർ 22 മുതലുള്ള നീക്കങ്ങൾ ഓരോന്ന് പരിശോധിക്കുക. എല്ലാവർക്കും, പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യം, ഒരു ഭരണാധികാരിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാകേണ്ട വസ്തുതകൾ പലപ്പോഴായി മറച്ചു വയ്ക്കുന്നു. അവിടെ ബോധപൂർവമായ ഒരു ഒളിച്ചുവെക്കൽ ഉണ്ടായി എന്ന് സംശയിച്ച ഘടകങ്ങൾ ഇന്നിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ തുറന്നു പറയുകയാണ്. അതിന് റിപ്പോർട്ടിന് ആധാരം തെഹൽക്ക എന്ന് നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ വേറൊരു മാധ്യമമല്ല, വളരെ ക്രെഡിബിലിറ്റി സൂക്ഷിക്കുന്ന ഒരു മാധ്യമമായിരുന്നു. ഇത് അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനം പോലും അതേ തലത്തിലുള്ള അദ്ദേഹം ആ മാധ്യമപ്രവർത്തകൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നാൽ പോലും ഒരു പക്ഷേ നല്ല ക്രെഡിബിളായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. എങ്ങനെ കാണുന്നു താങ്കൾ
ഈ വരുന്ന വാർത്തകളെ, കാരണം ഔദ്യോഗികമായ തലത്തിൽ നിന്ന് പുതിയ അനുരണനങ്ങളടക്കം തമിഴ്നാട്ടിൽ മുന്നോട്ട് പോവുകയാണ്, ചലനങ്ങൾ രാഷ്ട്രീയ തലത്തിൽ പോകുമ്പോൾ ഇത്തരം ദുരൂഹതകളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ദേവദാസ്? പ്രതീക്ഷ, ഇത് അത്ഭുതമില്ല. ആ തേൽക്കേൻ്റെ 2012 തൊട്ടിട്ടുള്ള ശശികലേനെ പുറത്താക്കിയതും എങ്ങനെ തിരിച്ചു വന്നെന്നും ഇവർ സാധാരണ ഇപ്പോൾ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ സാധാരണ നിർജ്ജലീകരണം എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ആസ്പത്രിയിൽ പോയിട്ട് ORS ഒരു ലായനി കൊടുത്തിട്ട് പോക്കേണ്ട സാധനത്തിന് പനിയെന്ന് പറഞ്ഞ അവരാ 3.5 മാസം മുമ്പെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ, പിന്നെ ബുള്ളറ്റിൻ വരുന്നത് അവർ ഹാർട്ട് അറ്റാക്ക് ആയി എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് 3.5 മാസത്തിന് ശേഷം. അതന്നെ ദുരൂഹത. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കണക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് മാത്രം ഇത് കടക്കാം. എന്താ പറയുക, ഈ ലോകത്തിൽ ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങൾ ഇങ്ങനെ സ്ലോ പോയ്സണിങ്ങോ മറ്റേത് നടത്തുമ്പോൾ എപ്പോഴും ഒരു മോൾസ് ഉണ്ടാവും. അത് യാസർ അറാഫത്ത് ആയാലും ഷവേസ് ആയാലും കാസ്ട്രോനെ കൊല്ലാൻ പോയാലായാലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉസ്ബെക്കിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ മകള് മരിച്ചതായെങ്കിലും റഷ്യൻ എഴുത്തുകാരി മരിച്ചതായെങ്കിലും ഇത് ഞങ്ങളെ മുമ്പിലുണ്ട്. ആരാന്ന് പറഞ്ഞാൽ 2014 സുനന്ദ പുഷ്കർ മരിച്ചത്. അതെങ്ങനെയാ? അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പൊളോണി എന്ന് പറഞ്ഞല്ലോ, ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി മറ്റേ ഭാഗത്തായതുകൊണ്ട് അനങ്ങാണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് കൊടുക്കണ്ടെങ്കിൽ ഒരു മോൾസ് വേണം. ഏത് ഉള്ളിൽ അടുത്ത ആൾ ഒന്നിക്കലും അവരെ രണ്ടാം ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ ഗോപിനാഥ് മുണ്ടേലും കണ്ടില്ല കാറിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് കൊല്ലപ്പെടുന്ന മുഖ്യമന്ത്രി ആകുമ്പോഴൊക്കെ, അതേപോലെ ഈ ജനാർദ്ദൻ റെഡ്ഡി പറഞ്ഞ പോലെ തന്നെ അതേപോലെ ഒരു മോൾസ് വേണം. ആ മോൾസ് ശശികല എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി പണ്ടര, എന്താ പറയുക, ഗംഗ അമരൻ കേസെല്ലാം കേട്ടിട്ടില്ല, ഗുണ്ടകളെ പോലെയാണ് ആ മന്നാർഗുഡി ഇത് മാറിയത്. അത് ജയലളിത പെട്ടുപോയത്. അതാണ് വളർത്തുപുത്രന് കോടികൾ ചെലവഴിച്ച് കല്യാണം. ആ വളർത്തുപുത്രൻ എല്ലാവരും കത്തിച്ചത് അല്ല അടക്കം ചെയ്തത് വേറെ ഇവളെ ഏച്ചീൻ്റെ മോൻ. അപ്പോൾ ഇവരൊരു മാഫിയായിട്ട് എൻ്റെ സൂര്യപുത്രി എന്ന് പറഞ്ഞ പടത്തിൽ ശ്രീവിദ്യൻ്റെ കേസ് പോലെ കോട്ടറിൻ്റെ ഉള്ളിലാണ് പെട്ടുപോയത്. അല്ലെങ്കിൽ സിംഗപ്പൂരിൽ എടുക്കണ്ടേ, അല്ലെങ്കിൽ അമേരിക്കയിൽ എടുക്കണ്ടേ, എന്നിട്ടും എന്നാൽ ഈ റിച്ചർഡ് ബെയിലിൻ്റെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടേക്കൂടെ? അത്രയും കോടി, 20,000 25,000 കോടീൻ്റെ അസറ്റ്സ് ഉണ്ട്, നീലഗിരിയിലെല്ലാം ഉള്ള അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ട്രസ്റ്റ് ആക്കിയിട്ട് പിടിച്ചു വാങ്ങുക, അതിനു വേണ്ടി ഏത് നെറികെട്ട കളിയും കളിക്കുക. അതുകൊണ്ടാണ് ഇനിയത്തെ കളി എന്ന് പറഞ്ഞാൽ ഇപ്പം കേന്ദ്രത്തിലുള്ള ഭരണ ഇതിൽ ഇവള് മുഖ്യമന്ത്രിയാവാൻ ഏത് കളിയും കളിക്കും. അതിനൊരു BJP ദ്രാവിഡ ഇതിന് BJP ആയിട്ട് നേരിട്ടിട്ട് ബന്ധമില്ല. അപ്പോൾ ഏത് കളിയും കളിക്കാൻ റെഡി ആയിരിക്കുന്നു, അതിനുള്ള പവർ ആയിരിക്കുന്നു. ആ പവർ പോയ്സ് ഗാർഡനിൽ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞോ, പോയ്സ് ഗാർഡനും ഏകദേശം ഒരു 50-60 വില്ല് വരും ഒപ്പിട്ടത്. ഏത് ഇവള് ചുണ്ടൊപ്പിട്ട വില്ലുകൾ, ശശികലേൻ്റെ പേരിലാക്കിയ വില്ലുകൾ ഇപ്പം പുറത്തു വരും. അതെല്ലാം നോക്കിയാൽ മതി. എത്ര തീരുമാനങ്ങൾ 75 ദിവസമായിട്ട് ആസ്പത്രിയിൽ നിന്ന് ഒപ്പിട്ടിട്ട് പോയി. ഗവൺമെൻറ് തീരുമാനങ്ങൾ, വലിയ പ്രോജക്ട്സ് നോക്കണം. മിസ്റ്റർ 15%, ഗഡ്കരിനെ മിസ്റ്റർ 10% എന്ന് പറയുന്ന പോലെ മിസ്റ്റർ 15% ആണ് ഈ ശശികല തമിഴ്നാട്ടിലെ. അപ്പോൾ ഈ പവറെല്ലാം പോവും. ഏത് നിമിഷവും ബോധത്തോടെ വന്നാൽ ഇവളെ എല്ലാ കളിയും പിടിക്കും എന്നുള്ള അർത്ഥത്തിൽ ശ്രീ മസൂദ്, MA മസൂദ്, നിങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ ഇത്തരം വാർത്തകളെ എങ്ങനെ നോക്കിക്കാണുന്നു? ശശികല 30 വർഷക്കാലം ഒപ്പം നിന്നു, അതിന് ഒരു ഇടവേള ഇട്ടതിന് ശേഷം വീണ്ടും മടങ്ങിയെത്തി, ഏറെ വിശ്വസ്തയായിട്ട് അമ്മയ്ക്കൊപ്പം നിൽക്കുന്നു, അവസാന നാളുകളിൽ കൈത്താങ്ങായി ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു. മറ്റ് ഒരു തരത്തിലുള്ള ദുരൂഹത നിങ്ങൾ ഇക്കാര്യത്തിൽ കാണുന്നില്ലേ? ഈ വാർത്തയെ നിങ്ങൾ എങ്ങനെ കാണുന്നു ശ്രീ മസൂദ്? ഈ വാർത്തയെ സംബന്ധിച്ച് 4 വർഷത്തിന് മുമ്പുള്ളതാണ് തകൽക്കാട് റിപ്പോർട്ട് സാർ എഴുതിയത്. ഈ 4 വർഷത്തിന് ശേഷം ഉള്ള വർഷങ്ങളിൽ ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും താഴേക്കടയിലുള്ള ജനങ്ങൾ അന്നന്ന് വായിക്കുന്ന പത്രങ്ങളിലൂടെ അവ പുറത്തു വരാനും സാധിച്ചിട്ടില്ല. അതൊന്നും. പിന്നുള്ള ഒരു ചോദ്യമുള്ളത്, അമ്മയെ കൊന്നാൽ ഉള്ള നേട്ടം എന്താണ് ശശികലയ്ക്ക്? ശശികലയ്ക്ക് മുഖ്യമന്ത്രിയാകാനൊക്കുമോ? അമ്മയ്ക്ക് ജനങ്ങൾ കൊടുത്ത അംഗീകാരം ശശികലയ്ക്ക് നേടിയെടുക്കാനൊക്കുമോ? പിന്നെ അമ്മയോട് യാചിച്ചാൽ അവർ സ്വത്ത് കൊടുക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരാളിനെ കൊന്നാൽ ഇവർക്കുള്ള പ്രയോജനമെന്ത്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട അവസരമാണിപ്പോൾ. അതുകൊണ്ട് ഈ വാർത്ത അദ്ദേഹത്തിന് കിട്ടിയ അറിവ് വെച്ച്
അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് പലരും പറഞ്ഞ കാര്യങ്ങളാണ് വാർത്തയായി പുറത്തു വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണ പത്രപ്രവർത്തകരെല്ലാവരും അത് തന്നെയാണ്. ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അത് പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ഒരു ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? അതാണ് ഇന്റൻഷൻ എന്ത്, അല്ലെങ്കിൽ ലക്ഷ്യം, ഒരു നേട്ടം മെറിറ്റ് എടുത്താൽ എന്തായിരിക്കും എന്ന ബോധ്യം ഒരുപക്ഷെ ശശികല ഇത്രയും നാൾ ജയലളിതയ്ക്കൊപ്പം നിന്ന് അടവുകൾ പയറ്റിയ ശശികലയ്ക്ക് അത് ബോധ്യമുണ്ടാകില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം എന്തായാലും ജീമോൻ പറയേണ്ടതാണ്. അതിനുള്ള ബാധ്യതയുണ്ട്. അതിനു മുൻപ് വിശ്വഭദ്രാനന്ദ ശക്തിബോധി, താങ്കൾ, കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഇത് സംബന്ധിച്ച ലേഖനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ തമിഴ് ദ്രാവിഡ ചരിത്രത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഘട്ടങ്ങളുണ്ടായി. ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് ശശികലയുടെ ഇടപെടൽ സംബന്ധിച്ച് ജയലളിതയ്ക്ക് സ്ലോ പോയിസൺ നൽകി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുകയായിരുന്നു. പല ദുരൂഹതകളും ഇതിൽ കാണേണ്ടി വരുന്നു. ശശികലയെ മുൻനിർത്തിയുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്ന ജെയ്മോൻ തെഹൽക്കയിലൂടെ 4 വർഷം മുമ്പ് രേഖപ്പെടുത്തിയത്. അതിന് ആധാരമായേക്കാവുന്ന സാധൂകരിക്കുന്ന തരത്തിലുള്ള പല ഉദാഹരണങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും ഈ അവസരത്തിലും ചൂണ്ടിക്കാട്ടാനുമുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇത്തരം കിംവദന്തികൾ, അഭ്യൂഹങ്ങൾ സ്വാഭാവികമായി ഉയരാറുള്ളതാണോ? ഇതിലെന്തെങ്കിലും വസ്തുത മാധ്യമപ്രവർത്തകന്റെ ഉറച്ചുള്ള വിശ്വാസത്തിൽ നിന്നും താങ്കൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്? അല്ല, ഞാൻ താങ്കളിലേക്ക്, ശ്രീ വിശ്വഭദ്രാനന്ദൻ, താങ്കളിലേക്ക് എത്താം. ശ്രീ വിശ്വഭദ്രാനന്ദ, മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ചാരവൃത്തി കേസൊക്കെ പറയേണ്ടി വരും. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പല കാര്യങ്ങളും പിന്നീട് വസ്തുനിഷ്ഠമായി സ്ഥിരീകരിക്കപ്പെടാറുണ്ട് എന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പക്ഷേ എനിക്കിവിടെ ഒരു ചെറിയ സംശയമുള്ളത്, ഏതൊരു ഏകാധിപതിയും ജയലളിത ജനകീയായ ഏകാധിപതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതൊരു ഏകാധിപതിയും അവരുടെ നേരെ വരുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു നീക്കത്തെയും ചാരചക്ഷുസ്സുകളെ കൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയിക്കുന്നവരും ആയിരിക്കും. 2012 പുറത്തു വന്നൊരു റിപ്പോർട്ട്, ശശികലയെ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ട്, ജയലളിത കണ്ടിരിക്കാനിടയില്ല എന്നും എന്നിട്ട് തനിക്ക് വിഷം തരാൻ വേണ്ടി അവരെ വീണ്ടും കൂടെ കൂട്ടിയെന്നും കരുതാവുന്ന ഒരു മൗഢ്യം നമ്മൾ ഈ വിഷയത്തിൽ അവലംബിക്കേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാൻ. തീർച്ചയായും അതിലേക്ക് മടങ്ങിയെത്താം. അതായത് ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ്, അതായത് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന മണ്ണാർഗുഡി ഈ മാഫിയ അത്രത്തോളം സ്വാധീനം ചെലുത്തക്ക രീതിയിൽ വലിയൊരു വിശാലമായ ഒരു ഭീഷണിയായി ജയലളിതയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു മൗനം? ഇത്തരം എല്ലാ അടവുകളും പയറ്റിയ മഹാമേരുവായ ജയലളിതയ്ക്ക് ഇതിനെ തടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഘട്ടം വീണ്ടും 2ാം ഘട്ടത്തിലേക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു. മറ്റേത് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇതിൻ്റെ മെറിറ്റ് എന്ത് നേട്ടം ഇതുവഴി ശശികലയ്ക്ക്? ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി. ശ്രീ ജെയ്മോൻ, മറുപടി. 2012 ഞാൻ ഈ വാർത്ത എഴുതുമ്പോൾ ഞാൻ താങ്കളോട് മുൻപ് പറഞ്ഞ പോലെ ഞാൻ ജയലളിതയുടെ ഒരു മരണം ആഗ്രഹിച്ച മനുഷ്യനല്ല. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭ്യമായ വസ്തുതകളുടെ വിശദീകരണമാണ് എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ നടത്തിയത്. ഇതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും ജയലളിത എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതീവ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു സംശയവുമില്ല. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ ശശികലയെ തിരിച്ച് വീണ്ടും സ്വന്തം വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർത്തിയത്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അഴിമതി കേസിൽ, ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസിൽ ശശികലയും ജയലളിതയും ഒരുപോലെ പ്രതികളാണ്. ശശികല ഏതെങ്കിലും കാരണവശാൽ
വിറ്റ്നസ് ആവുകയാണെങ്കിൽ ജയലളിത കൃത്യമായിട്ട് ശിക്ഷ വാങ്ങുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ജയലളിതയ്ക്കുണ്ട്. ഒന്ന്. രണ്ടാമത്, ശശികല തിരിച്ചു വന്നതിന് ശേഷം നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ മാപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മാപ്പപേക്ഷ നൽകിയിരുന്നു. പത്രങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമായതാണ്. അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ കൂടി പരിശോധിച്ചാൽ, പക്ഷെ അവിടെ ഒരു മരണം, ഒരു ജീവാപായം ഉള്ള ഒരു ഘട്ടത്തിൽ അത് മാറ്റിവെക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ കോടതിയിൽ വളരെ ആശ്ചര്യത്തോടു കൂടി പൊട്ടിക്കരയുന്ന ശശികല, എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്ന ശശികല, ഇതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഇവിടെ ജീവാപായപ്പെടും അല്ലെങ്കിൽ അപായ സൂചന മുന്നിൽ കാണുന്ന ഒരു ജയലളിത ഇരുകൈയും സ്വീകരിക്കുമ്പോൾ ഒരു തടയിടൽ അവിടെ ഉണ്ടാകില്ലേ? കാരണം ഇതിപ്പോൾ അകത്തേക്ക് വീണ്ടും കടക്കാൻ തക്ക സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. അതോ ഒരു തടയിട്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നോ ജയലളിതയുടെ ഇടപെടൽ അവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിരിച്ചു വന്ന ശശികല ഈ സെപ്റ്റംബർ 22-ന് ജയലളിത ആശുപത്രിയിൽ പോകും വരെ ഈ മണ്ണാർക്കുടി അവരുടെ ബന്ധുക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭരണകാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ ജയലളിത പുലർത്തിയിരുന്നു. ശശികലയുടെ ഇടപെടലുകളെക്കുറിച്ച് ഈ 3 വർഷക്കാലം, ഈ പിന്നീട് തിരിച്ചു മടങ്ങി വരവിന് ശേഷം ഉണ്ടായതായിട്ട് ഇൻഫ്ലുവൻസ് കുറഞ്ഞതായിട്ടാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്. പല മന്ത്രിമാർക്കും ഈ കാലയളവിൽ ശശികലയോട് അടുപ്പം പുലർത്തിയിരുന്ന പല മന്ത്രിമാർക്കും അധികാരം നഷ്ടപ്പെടുകയും പുറത്തു പോവുകയും ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശശികലയുടെ മേൽ ജയലളിതയുടെ ഒരു കണ്ണുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരെയോ ചുമതലപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. മറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. യെസ്, ശ്രീ ഫക്രുദ്ദീൻ അലി, കാരണം ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടേക്കൊന്നും ആളുകളെ കടത്തിവിടുന്നില്ല, എല്ലാം നിയന്ത്രിക്കുന്നത്. കാരണം അടുത്ത ബന്ധുക്കളെ, പനീർസെൽവം പോലും ഒരു പക്ഷേ വളരെ അപൂർവ സമയങ്ങളിൽ പോലും കടന്നു ചെല്ലാൻ കഴിയുന്നുള്ളൂ. മാത്രമല്ല അണുബാധയാണ്, ആരെയും അടുപ്പിക്കുന്നില്ല, വാർത്തകളൊന്നുമേ പുറത്തേക്ക് പോകുന്നില്ല. എല്ലാം ഇടപെടലും ശശികലയിലൂടെ മാത്രം നടക്കുന്നു. ഈ അന്ത്യനിമിഷത്തിന് ശേഷവും ശശികലയുടെ ഒരു സേനാപതിയെ പോലെ, പണ്ട് ഒപ്പം ഉറ്റ തോഴിയെ പോലെ നിൽക്കുന്ന ശശികല ഇന്നിപ്പോൾ ഒരു സേനാപതിയെ പോലെ ഏറ്റവും കർമ്മങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നു. ഈ ആശുപത്രിയിലൊക്കെ കണ്ടത് ഒരു നാടകത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ? അല്ല, അത് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ജനങ്ങൾ മൊത്തം അന്വേഷിച്ചുകൊണ്ടിട്ടും, ഞാനോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ അല്ലല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. ഇപ്പം പിണറായി വിജയൻ പോയാലും അങ്ങനെ അല്ലല്ലോ. ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങൾ പ്രധാനപ്പെട്ട നമ്പർ 1 എക്സിക്യൂട്ടീവാണ് ഇവിടുത്തെ. അദ്ദേഹം പോയി കഴിഞ്ഞാൽ മൊത്തം ഭരണരംഗം സമ്പന്നത്തിലാവും. തമിഴ്നാട് എന്ന് വെച്ചാൽ വ്യവസായ രംഗത്ത് സാമ്പത്തിക രംഗത്ത് കുതിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തോട് ഈ പറഞ്ഞ സോഷ്യൽ ഇൻഡൈസസ് കേരളത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഭരണപരമായിട്ടൊരു നിശ്ചലത, സ്തംഭനം ഉണ്ടാവും. അത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ജയലളിത ഒരിക്കലും തമിഴ്നാട്, എസ്പെഷ്യലി അവർ ആദ്യത്തെ ആ ഒരു ശശികലയുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട് പ്രശ്നമുണ്ടായി ജയിലിൽ പോയി വന്നതിന് ശേഷം തമിഴ് മക്കളെ സ്വന്തം മക്കളായി കരുതി സ്നേഹിച്ചു. അക്കാര്യത്തൊന്നും ഒരു സംശയമില്ല. അങ്ങനത്തെ ജയലളിത ഒരു കാരണവശാലും അങ്ങനെ അവസ്ഥ ഉണ്ടാക്കാൻ ആഗ്രഹിക്കില്ല. അത് പല സ്ഥലത്തും അവർ പന്നീർശെൽവത്തിനെ ഇവിടെ ചെലിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവർ ചെയ്യുമായിരുന്നു. ഇവിടെയാണ് സംശയം. മാത്രമല്ല, ഈ 1-2 തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. രണ്ട് IAS ഓഫീസർമാർക്ക് പിന്നെ പുറത്തു പോകാനുള്ള അനുവാദം കൊടുത്തതും, പിന്നെ 1-2 പ്രധാനപ്പെട്ട ടെൻഡറുകൾക്ക് ബില്ലൊക്കെ ഒപ്പിട്ട് കൊടുത്ത ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതാരും ഒപ്പിട്ട് കൊടുത്തു? പന്നീർശെൽവത്തിന് ആരാണ് ചുമതല കൊടുത്തത്? ഇതൊക്കെ പ്രശ്നം പോവുക. DMK ഓൾറെഡി ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായും അത് വളരെ സുപ്രധാന നിരീക്ഷണം തന്നെയാണ്. ശ്രീ ജയ്മോൻ, നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ. ചോദ്യം ഇതിലേക്ക് വരുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ അടക്കം ഉയർത്തുന്ന താങ്കളുടെ വാർത്ത വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഈ വാർത്ത ഏത് സാഹചര്യത്തിലാണ് താങ്കൾ അന്വേഷിക്കാൻ ഒരു ഇടയായത്? ഞാൻ സോഴ്സ് ചോദിക്കുന്നില്ല, കാരണം താങ്കളുടെ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർ സോഴ്സ് വളരെ ഔന്നത്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. ഏത് സാഹചര്യത്തിലാണ് താങ്കൾക്ക് ഇത്ര ക്രെഡിബിളായിട്ടുള്ള ഒരു കണ്ടൻ്റാണോ പോയസ് ഗാർഡനിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ആരിൽ നിന്നോ താങ്കൾക്ക് ലഭിച്ചത്? ഇതിൻ്റെ ഒരു വസ്തുതയിലേക്കാണ്. ഈ വാർത്ത ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. ശശികല പോയസ് ഗാർഡനിൽ നിന്ന് പുറത്തായതിന് ശേഷം അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ
ഓരോ വസ്തുതകളും നമ്മൾ പരിശോധിക്കുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് നമ്മൾ ചെല്ലുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് പലർക്കും അറിയില്ലായിരുന്നു ഇത്രമാത്രം പേർ മണ്ണാർക്കുടിയിൽ നിന്ന് ജയലളിതയുടെ വസതിയിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം പോലും വളരെ അടുപ്പമുള്ള രാഷ്ട്രീയക്കാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെക്കുറിച്ചും പരിശോധിക്കുകയാണ്. അവരുടെ എന്താണ് ഇവർക്ക് ശശികലയുമായിട്ടുള്ള ബന്ധം, ആരാണ്, എത്ര കാലമായിട്ടാണ് ഇവർ അവിടെ ജോലി ചെയ്യുന്നവർ, എന്താണ് ഇവർക്ക് മറ്റുള്ള, അപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു 27% തൊട്ട് 30% വരെയുള്ള മന്ത്രിമാർ ആജ്ഞകൾ എടുക്കുന്നത് ശശികലയുടെ കയ്യിൽ നിന്നാണ്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ശശികലയാണ്. ഈ മന്ത്രിമാർ എത്ര പണം വാങ്ങുന്നു എന്നുള്ളത് പോലും ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരാണ്. ഇവരുടെ മൂവ്മെൻറ്റ്സ് ശശികല. അപ്പോൾ എല്ലായിടത്തും അതായത് ജയലളിതയുടെ ഭരണത്തിൽ ഒരു മൂന്നാം കണ്ണായിട്ട് ശശികല വർക്ക് ചെയ്യുന്ന ഒരു സംഭവവികാസം എൻ്റെ ഇതിൽ. അതായത് ഈ മണ്ണാർക്കുടി മാഫിയ ഈ പോയസ് ഗാർഡൻ ഒരുപക്ഷെ വളഞ്ഞ തരത്തിലേക്ക്, അല്ലെ നമ്മളൊരു ആലങ്കാരികമായി പറഞ്ഞാൽ ജയയ്ക്ക് ചുറ്റും ഒരു വലിയൊരു പ്രതിരോധമായി അല്ലെങ്കിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വലിയൊരു സ്വാധീന ശക്തി മണ്ണാർക്കുടിക്കുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇതിപ്പോൾ എന്നോട് ചോദിക്കേണ്ടെന്ന്, അതായത് ആ കാലഘട്ടങ്ങളിൽ നടന്ന പോലീസ് പോസ്റ്റിങ്സ് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇവരുടെ ആജ്ഞാനുവർത്തികളെയാണ് IG-മാരായിട്ടും SP-മാരായിട്ടും വളരെ 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 കൃത്യമായ സ്ഥലങ്ങളിൽ നിയമിച്ചിരുന്നത്. ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നത് ശശികലയോടാണ്. ഇതെല്ലാം എനിക്ക് മാത്രം അറിയാവുന്ന വസ്തുതയല്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്കവാറും തമിഴ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പത്രപ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക്, ഒഫീഷ്യൽസിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മണ്ണാർക്കുടി മാഫിയയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണെന്ന് ജയലളിതയുടെ പാർട്ടിയിലടക്കമുള്ളവർ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ അന്വേഷണം. ഈ സ്ലോ പോയിസണിലേക്ക് അത് ഒരു വളരെ പ്രധാന അല്ലെങ്കിൽ പരിഗണന അർഹിക്കുന്ന ഒരു റിപ്പോർട്ടിലൊരു ഒരു ഘടകമാണ്. അതിലേക്ക് ഇങ്ങനെ ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനാധാരമായ താങ്കൾ സോഴ്സ് വെളിപ്പെടുത്തിയാൽ എന്ത് വസ്തുതയാണ് താങ്കൾക്ക് ലഭിച്ചത്? അവിടെ വളരെ വളരെ സാധ്യത മാത്രമാണോ, റിലയബിൾ ആയിട്ടുള്ള ഒരു അടുത്ത സോഴ്സിൽ നിന്നുള്ള വിവരമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. മാത്രമല്ല ആ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ 4.5 വർഷം കഴിഞ്ഞു. ഇത്തരത്തിലുള്ളൊരു വാർത്ത അന്ന് പ്രസിദ്ധീകരിച്ചതിന് എന്തെങ്കിലും, നിങ്ങൾക്കറിയാം, ഞാൻ എഴുതിയത് ഒരു സാധാരണക്കാരനെ കുറിച്ചല്ല, തമിഴ്നാട് ഭരിക്കുന്ന വളരെ സർവപ്രതാപിയായ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണ്, അവരുടെ അടുത്ത അനുചരന്മാരെ കുറിച്ചാണ്. ഒരു കേസ് പോലും അതാണ് ഞാനിപ്പോൾ ശ്രീ മസൂദിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു പത്രപ്രവർത്തകൻ അത് എഴുതുമ്പോൾ ആരെക്കുറിച്ചാണ്, മാത്രമല്ല ജയലളിതയ്ക്ക് ഇഷ്ടതൊഴി ഒപ്പം നിൽക്കുന്നു, ഒരിടവേളയ്ക്ക്, അതായത് എന്തുകൊണ്ട് പിരിയാനുള്ള കാരണം അന്വേഷിച്ചാണ് അദ്ദേഹം പോയത് 2011. അവിടെ എതിരാളി അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് എഴുതുന്നത് എല്ലാ ബോധ്യമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ തിരുത്തൽ സംബന്ധിച്ചോ അതിലേക്ക് ആര് മാധ്യമപ്രവർത്തകനാണ്, ഒരു നിയമപരമായ തലത്തിലേക്ക് അടക്കാം, അങ്ങനെ ഒന്നുമേ പോയിട്ടില്ല ശ്രീ മസൂദ്. അതാണ് ഈ വാർത്തയുടെ ക്രെഡിബിലിറ്റി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു എങ്കിൽ ഒരു ശക്തമായ നടപടി അവർ സ്വീകരിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ശശികലയുടെ ആളുകൾ ആധിപത്യം പുലർത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അന്നുണ്ടായിരുന്നു. അത് പാർട്ടിക്കാരിൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ കെൽപ്പുള്ള, തൻ്റെ ഇടമുള്ള, വിവരമുള്ള ഒരു വ്യക്തിയാണ് അമ്മ. അതിൽ സംശയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം എന്തുകൊണ്ട് അത്തരം നടപടികൾ അമ്മ അവർ സ്വീകരിച്ചില്ല? മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വീകരിച്ചില്ല?
അതാണ് ദുരൂഹത. അതാണ് ദുരൂഹത. ആ ചോദ്യത്തിനുള്ള ഉത്തരം മരിച്ചുപോയ ഒരാളോട് ചോദിക്കാനൊക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് അമ്മയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ട് അങ്ങനെ. അതെല്ലാം പച്ചക്കള്ളങ്ങളാണ്. ആരും അവരെ സ്വാധീനിച്ചിട്ടില്ല, സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. ഇത് ഏതോ തരത്തിലുണ്ടായ ബന്ധങ്ങൾ. ശശികലയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് MGR ആണ്. ശശികലയ്ക്ക് ശശികല അമ്മയ്ക്ക് ജില്ലാ കളക്ടർ പേര് ഞാൻ മറന്നുപോയി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് കൊள்കൈ പരപ്പ് செயலாளർ എന്ന് തമിഴിൽ പറയുന്ന ആ സ്ഥാനം MGR പിന്നെ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാനും അതിനുള്ള സഹായം ചെയ്യാനും വേണ്ടി MGR തന്നെയാണ്. അതെന്തുമോ ആയിക്കോട്ടെ, നമുക്ക് ചരിത്രമല്ല ഞാൻ പറഞ്ഞത്, ശശികലയെ പരിചയപ്പെടുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടില്ല. നമുക്ക് ദുരൂഹത നിങ്ങളടക്കം സംശയിച്ചിരുന്നു ഇത്തരം. അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറയുന്നത് ജയിലും പോലീസിൻ്റെ അടിയുമൊക്കെ സർവ്വസാധാരണയാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശശികലയെ രണ്ടാമത് കൊണ്ടുവന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയത് ശ്രീ ദേവദാസ്, കാരണം ദുരൂഹതയുടെ ഒരു തലം തുറക്കുകയാണോ? കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ലോകരാഷ്ട്രീയത്തിൽ സമീപകാലങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയോ മരണപ്പെട്ടു പോകുന്ന പല വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഇത്തരം ദുരൂഹതകളും ബാക്കിയാക്കിയിട്ടുണ്ട്. പോയസ് ഗാർഡനും ഇത്തരം ഒരു തിരക്കഥയുടെ ഇടമായി മാറുകയായിരുന്നുവോ? ശശികലയ്ക്കടക്കം ഇക്കാര്യത്തിൽ ഒരു പങ്കുണ്ടെന്ന് ഒരു വിഭാഗമെങ്കിലും സംശയിക്കുന്നുണ്ട്. പ്രജീഷേ, ഇത് ഈ ഹിച്ച്കോക്കിൻ്റെ ഡയൽ M4 മർഡർ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥിതിയാണ്. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ ADMK കക്ഷി പറഞ്ഞതായെങ്കിൽ അതാ ശരിയെങ്കിൽ അതിലും ദുരൂഹതയാണ്. ജീമോൻ അതിന് ഉത്തരം പറഞ്ഞു. എന്താ പറയുക, ഇവർ രണ്ടുപേരും ഒരു കേസിൽ, ടാൻസി കേസിൽ പെട്ടുകൊണ്ട് ഇവള് ഇതാക്കിയ ജയലളിത ഉള്ളിൽ പോകും. അതുകൊണ്ടാണ് എടുത്തത്. ഇപ്പം പറയുന്നത് MGR കൊടുത്തെങ്കിൽ MGR ഭാര്യ പോലെ കഴിഞ്ഞതാണ് ജയലളിത. ഇനി ഇല്ലിസിറ്റ് ഡെലിവറി നടന്നോ? അതാണോ വളർത്തുപുത്രൻ? ആ വളർത്തുപുത്രന് വേണ്ടിയിട്ടാണോ കോടികളാക്കിയത്? ഇതെല്ലാം അറിയുന്ന ശശികല വിളിച്ചു പറയുന്നു പറഞ്ഞ ഇതേപോലെ ഞാൻ എൻ്റെ ബന്ധം വിളിച്ചു പറയുന്നു രാമസ്വാമിൻ്റെ തുഗ്ലക്കിലെ കൂടി പറയുന്നു പറഞ്ഞപ്പോഴാണ് ജയലളിതയെ MGR ഇതേപോലെ തിരിച്ചെടുത്തത്. അല്ലെങ്കിൽ MGR ക്വാർട്ടറി ഇതേപോലെ പറഞ്ഞിട്ട് പുറത്താക്കിയത് ജാനകിയുമല്ലോ. പക്ഷേ തിരിച്ചെടുത്തത് സീരിയലായിട്ട് എഴുതാൻ തുടങ്ങും എൻ്റെ കഥകൾ എന്ന് പറഞ്ഞപ്പോഴാണ് എടുത്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വ്യക്തമായ ചിത്രമാണ്. ഇനി ഇതിലുള്ളത് കളി എന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്താക്കിയതിൻ്റെ ഒരു ഇത് ഞാൻ കാണുന്നത് സെൻട്രലിൽ ഇതേപോലെയാ. ശശി തരൂർ വാലിറങ്ങിയപ്പോൾ ശശി തരൂർ പിന്നെ BJPൻ്റെ ഒരു സോഫ്റ്റ് ലൈൻ, സ്വച്ഛ് ഭാരതിന് നിൽക്കുന്നു, മറ്റേ നിൽക്കുന്നു, ഇപ്പം ഗാന്ധിക്കെതിരെ പറയുന്നു. അതല്ല, അതേപോലെ കേസിൽ ശശികല ഉണ്ട് എന്ന് പറഞ്ഞ സെൻട്രൽ CBIയിൽ നടപടി എടുക്കുന്നു പറഞ്ഞാൽ ശശികല ഇനി എന്തിനും തയ്യാറാവും. BJP അത് മുതലാക്കും. ആ അപ്പോളോ റെഡീനെയെല്ലാം ഇനി അന്വേഷണ വിധേയമാക്കണം. അപ്പോൾ ഇനി സംസ്ഥാന സർക്കാർ ഇവരെ ഭരിക്കുന്നത്, അതിന് മറ്റേ എതിർ പ്രതിപക്ഷ പാർട്ടിയെ കരുണാനിധിക്ക് ഒന്നും വയ്യാണ്ട് നിൽക്കുന്ന, അതുകൊണ്ട് ആഞ്ഞടിക്കാനും പറ്റില്ല. ഇവരെ ADMK പുഷ്പ ശശികലയിലെ പറഞ്ഞത് ദുരൂഹതയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ വേണ്ടിയിട്ട് തന്നെ കൊലപാതകത്തിലേക്ക് പോന്നാന്ന് ഹൈക്കോടതിയിലെ പോയെ. ഹൈക്കോടതി തള്ളിയതാണ് കേസ്. ADMK MP എന്നിട്ട് അവളെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. അപ്പോൾ അവളെ അന്വേഷിക്കൂ, അവൾ എന്താണ് കണ്ടതെന്ന് കാണും. ഈ ജീമോനല്ല, ജീമോന് ശേഷമല്ലേ ഇപ്പല്ലേ പുഷ്പ ശശികല പോയത് ഹൈക്കോടതിയിൽ. അപ്പോൾ ഇതിനു മുമ്പേ ഒരു 75 ദിവസം നിങ്ങളൊന്ന് മാത്രം ആലോചിക്കും. അമിതാഭ് ബച്ചൻ ഒരു നടൻ ഇവിടെ ആയപ്പോൾ റേഡിയോ ബുള്ളറ്റിൻ ഓരോ മണിക്കൂറിലുണ്ട്. അതാ നാഷണൽ റേഡിയോ ബുള്ളറ്റിൻ. ഇവിടെ അമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ, ലക്ഷക്കണക്കിന് ആളുള്ള ഓരോ മണിക്കൂറിലും റേഡിയോ ബുള്ളറ്റിൻ വേണ്ടിയല്ലേ തമിഴ്നാട്ടിൽ? അതുണ്ടായോ? ഒരു 3.5 മാസത്തിന് ശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ, അത് ഇവർ മരിക്കുന്ന
ഭരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴേക്ക് ADMKന്റെ ഒരു കക്ഷി, ഇവിടുത്തെ നേതാവ്, കേരളത്തിലെ നേതാവ് ബിജു രാധാകൃഷ്ണൻ കല്യാണം നടത്തുന്ന, അതിന് വരാൻ പോകുന്നതിനു ഈ കക്ഷികൾ, ഏത് ഈ ADMKക്കാർ, അത് എല്ലാം കൂടിയിട്ട് നോക്കുമ്പോൾ എല്ലാം സ്റ്റേജ് മാനേജ് ഷോസ് ആണ്. ഇവിടെ കൊലപാതകം ഡയൽ M ഫോർ മർഡർ എന്ന് പറഞ്ഞ സുനന്ദ പുഷ്കര മർഡർ ആയിട്ട് ഒരു ലിങ്ക് പോലെ തന്നെയുണ്ട്. അവൾ ശശികല ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നെ നടരാജൻ ഭർത്താവ് ഇതുവരെ അവളെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു ഞാൻ ഇനി ഇയാളെ കയറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ തലേൻ്റെ ഭാഗത്ത് നടരാജൻ ഉണ്ട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നടരാജൻ്റെ ഇഷ്യൂ നോക്കണ്ടേ? നടരാജൻ വേറെ പാർട്ടിയിൽ പോയതാണ്, നടരാജനുമായിട്ട് ഞാൻ ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ തലേൻ്റെ ഭാഗത്ത് ജയലളിതയുടെ ഭാഗത്ത് ആരിലാണ്? അത് മന്നാർഗുഡി മാഫിയ ആണോ ഉള്ളത്? പനീർശെൽവം രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നെ മരിച്ചിട്ടും താഴെ തന്നെ കിടക്കേണ്ട വന്ന ദയനീയ സ്ഥിതി. അപ്പോൾ പപ്പറ്റായിട്ട് ഭരിക്കാൻ ആരോ നിയന്ത്രിക്കുന്നു. കേസെല്ലാം ഒഴിവാക്കി തരാം, ഞങ്ങൾക്കൊരു ലീവേ തരണം എന്ന് പറയുന്ന വേറൊരു സെൻട്രൽ പവർ ഉണ്ടോ ഇതിൽ? ശശികല എന്ന കൊലപാതകി ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയൽ M ഫോർ മർഡർ കളിച്ചിരിക്കുന്നു. അതാണ് ഈ ഇതിൽ. പിന്നെ MGR ബന്ധം, അതൊക്കെ ഘടകങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, റെജി ലൂക്കോസ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ്, താങ്കൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, എന്താണ് പ്രതികരിക്കാനുള്ളത്? പ്രതീക്ഷ, എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതിനകത്തുള്ളത്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ജയലളിത ജീവിച്ചിരിക്കുമ്പോഴുള്ള ശശികലയുടെ അപ്പർ ഹാൻഡും പ്രാധാന്യവും ഒരു കാരണവശാലും ജയലളിത മരിച്ചാൽ ഈ ശശികലയ്ക്ക് കിട്ടത്തില്ല. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ ചരിത്രത്തിൽ പോയാൽ മതി, ശശികല എന്ന് പറയുന്ന വ്യക്തിയെ തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ വെറുക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ്. 2 തവണ അതിനുള്ള അനുഭവമുണ്ട്. ഒന്ന്, ആദ്യം ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ആ കാലഘട്ടത്തിനോട് തൊട്ട് മുമ്പാണ് അവരുമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു സൗഹൃദം എന്നാണ് ലോകം അതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. ഇപ്പൊ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അവരുടെ മരുമകനെ, ശശികലയുടെ മരുമകനെ ജയലളിത ദത്തെടുക്കുകയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദൂർത്തായ ഒരു വിവാഹം നടത്തിയ വാർത്തകളാണ്. അതിനുശേഷം അവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ പല മാധ്യമങ്ങളും, അത് കൂടാണ്ട് തന്നെ തമിഴ് ജനതയും അതിനോടെതിരായിരുന്നു. പക്ഷേ ജയലളിതയെ അവർ അമ്മയെ പോലെ കാണുന്നുണ്ട്. രണ്ടാമത് അവരെ പേഴ്സ് കാർഡിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ നിരന്തരമായിട്ട് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്നതാണ്, എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മധുര വിതരണം ഉണ്ടായി. തമിഴരുടെ ഇടയിൽ ജയലളിതയെ വളരെ മോശമായ രീതിയിൽ അവരൊരു ശരി റെജി, സമയക്കുറവുകൊണ്ട് ഒന്ന് ഇടപെടേണ്ടി വരുന്നു. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം പെട്ടെന്ന് മടങ്ങി. ശ്രീ വിശ്വഭദ്രാനന്ദ, ഇവിടെ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്ത വ്യക്തി പറയുന്നത് പോലെ തനിക്കെതിരെ ഇത്രയും താൻ റിപ്പോർട്ട് ചെയ്തത് മഹാമേരുവായി നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ, അവർക്കെതിരെ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ സ്വാഭാവികമായും വസ്തുതയില്ല എങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. അവർ തന്നെ പോകണമെന്നില്ല, പ്രവർത്തകർക്കൊക്കെ ഒപ്പം നിൽക്കുന്നവർക്ക് പോകാം. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ADMKയുടെ വ്യക്തമായ സോഴ്സിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിശദാംശങ്ങളാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഉയർന്നു വന്ന സംശയങ്ങൾക്ക് ആധാരമായ ഒരു മാധ്യമപ്രവർത്തകന്റെ അന്വേഷണത്തിൽ നിന്നും രൂപപ്പെട്ട ഒരു റിപ്പോർട്ട്. അപ്പോൾ അതിലൊരു കേവലമായിട്ടുള്ള ചില കാരണങ്ങൾ നിരത്തിത്തള്ളാൻ കഴിയുമോ ശ്രീ വിശ്വഭദ്രാനന്ദ? അല്ല, ഞാനത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ സാധ്യതകൾ തള്ളിക്കളയുകയോ ഒന്നുമല്ല. ഞാനൊരു വളരെ ജയലളിതയെപ്പോലെ തൻ്റെ ആധിപത്യത്തിനോ തനിക്കെതിരെയോ ഒരു ചെറുവിരൽ അനക്കം പോലും പാർട്ടിയിലോ മറ്റ് ഔദ്യോഗിക രംഗങ്ങളിലോ ഉണ്ടാവാൻ അനുവദിക്കാത്ത ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള വളരെ ജനപ്രിയയായ ഒരു ഭരണാധികാരി ഇത്തരമൊരു റിപ്പോർട്ടിനെതിരെ കേസ് കൊടുത്തുവോ മാനനഷ്ടത്തിന് എന്നുള്ളതല്ല പ്രശ്നം. അവരത് തീരെ അവഗണിച്ചിരിക്കാൻ സാധ്യതയില്ല. അവഗണിച്ചിരിക്കാൻ സാധ്യതയില്ലെങ്കിൽ അവർ ശശികലയുമായി ബന്ധപ്പെട്ടവരും തന്നെ പല രീതിയിൽ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കും എന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു എടുത്തിരിക്കില്ലേ എന്നുള്ളൊരു പ്രശ്നമാണ് ഞാൻ ഉന്നയിച്ചത്. അത് എടുത്തിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഉപയോഗിക്കാവുന്നൊരു വാക്ക് വിധി, ദൗർഭാഗ്യം എന്നുള്ളതൊക്കെ മാത്രമാണ്. അല്ലാണ്ട് അതിന് വസ്തുതയായിട്ടൊന്നും ബന്ധപ്പെടുത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കൃത്യമായ നടപടികൾ പിന്നെ ഈ തരത്തിലുള്ള സ്ലോ പോയിസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചാരസംഘടനകൾ ഉപയോഗിക്കുന്ന തരത്തിൽ മാരകമായ
സ്ലോ പോയിസണിങ്ങിനെ കുറിച്ചൊക്കെ അറിയാത്തൊരാളല്ല, വളരെയധികം വായനാശീലമുണ്ടായിരുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു ക്രിമിനൽ മൈൻഡ് കൂടി ഉണ്ടായിരുന്ന, ഞാനത് നല്ല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കള്ളനെ പിടിക്കാൻ പോലീസുകാരൻ കള്ളനാവേണ്ടി വരും മനസ്സുകൊണ്ട്. ആ രീതിയിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് കൂടി ഉണ്ടായിരുന്ന ജയലളിത അത് അവഗണിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി അല്ലാതെ ശരി, ഞാൻ ശരി, ശരി. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ ജയമോഹൻ, എന്തായാലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കാര്യങ്ങളെ സമർത്ഥിക്കുന്നത്. ഇതിലൊരു വ്യത്യസ്തമായ ഒരു എന്തെങ്കിലും താങ്കൾക്ക് ഇപ്പോഴും ഇന്നും ജനപദ്യത്തിലേക്ക് വരാത്ത നിഗൂഢമായ എന്തെങ്കിലും താങ്കൾ മനസ്സിൽ കാണുന്നുണ്ടോ? കാരണം 4 വർഷം മുമ്പ് എഴുതിയതാണ്, അതിനുശേഷം 4 വർഷം പിന്നിടുന്നു, ഇന്നിപ്പോൾ മരണത്തിലേക്ക് എത്തുമ്പോൾ ഇനിയും തുറന്നു പറയാൻ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ വായിക്കുമ്പോൾ എൻ്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തുന്ന സംശയങ്ങളും ഞാൻ അന്ന് എഴുതിയ വസ്തുതകളും തമ്മിൽ പിന്നീട് നടന്ന സംഭവവികാസങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കഴമ്പുണ്ടെന്ന് ഉള്ള വസ്തുതയാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ഒരു 14 മാസമായിട്ട് ജയലളിതയുടെ പബ്ലിക് അപ്പിയറൻസ് എത്ര തവണ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമസഭയിൽ വരുന്നില്ല, പബ്ലിക് ഇലക്ഷനിൽ പോലും പ്രചരണം നടത്തിയില്ല. ഏറ്റവും മുൻ രാഷ്ട്രപതി കലാം മരിച്ചിട്ട് പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അവർ അവരുടെ നിസ്സഹായാവസ്ഥ, അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് അവർ പറഞ്ഞു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഷീ ഹാഡ് എ സ്ലോ ഡെത്ത് എന്നുള്ളതാണ്. അത് പോയ്സൺ മൂലമാണോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് ആധികാരികമായിട്ട് പറയുന്നതിന് ഡോക്ടർമാർക്ക് മാത്രമേ പറ്റുള്ളൂ. രണ്ടാമത്, മണ്ണാർക്കുടി മാഫിയയുടെ ഇൻഫ്ലുവൻസ് ജയലളിതയുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ വളച്ചിട്ടില്ലാതെ പറഞ്ഞാൽ തിരിച്ചു വരവിൽ ശശികല തിരിച്ചു വരുമ്പോൾ പലതും ചിന്തിച്ചുറപ്പിച്ചിരുന്നു എന്ന് പറയാൻ ഞാൻ ആളില്ല. കാരണം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിവരമുണ്ട്. ജയയെ കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് ശശികല തിരിച്ചു വന്നത് എന്ന് ഞാൻ പറയാൻ ഞാൻ ആളില്ല. പക്ഷേ ശശികലയുടെ ബന്ധുക്കളെയും പരിചാരകരെയും ജയലളിത മാറ്റി നിർത്തി എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അവരെ ചിന്നമ്മ എന്നാണ് പലരും അവരെ അറിയുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത്. അപ്പോൾ ചിന്നമ്മ മൈനസ് അവരുടെ ഉപജാപക സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അന്ന് തൊട്ട് ശശികലയുടെ ഒപ്പമുണ്ട്. അവർക്ക് മാത്രമായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിൽ ആക്സസ് ഉണ്ടായിരുന്നത്. ശശികലയുടെ സഹോദരൻ്റെ മകളായ ദീപ ജയകുമാറിന് പോലും 3 തവണ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടും ജയലളിത മരിച്ചു കഴിഞ്ഞിട്ട് പോലും അവിടേക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. യെസ്, ഇത്തരം ഉയർത്തുന്ന ചോദ്യങ്ങൾ ചേർത്ത് വെച്ചാണ് താങ്കൾ ആ വ്യക്തമായ ADMKയുടെ കൂടി അല്ലെങ്കിൽ ഫയസ് ഗാർഡിന് അകത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതെ, യെസ്, തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ, അവസാനമായി ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 20 സെക്കൻഡിൽ മറുപടി. കാരണം പുതിയൊരു തലം തുറന്നിടുമ്പോൾ അതിലേക്ക് പോകേണ്ട ബാധ്യതയൊക്കെ ഉണ്ട്. അതോ മറ്റ് നമ്മൾ അറിവ് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേട്ടിട്ടുള്ളത് പോലെ ഇതും കെട്ടടങ്ങും ഇത്തരം സംശയം? അല്ല, ഇത് കെട്ടടങ്ങും. കാരണം ഇന്ത്യനെ വിലക്ക് മേടിക്കാൻ ഇവിടെ ചില കമ്പനികൾ ഇറങ്ങി പോകപ്പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യിലേക്ക് ഇന്ത്യ പോകും. അവരുടെ കയ്യിൽ നമുക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഞാൻ അതിൽ പക്ഷേ ഇവിടെ വന്ന കൗണ്ടർ ആർഗ്യുമെന്റ് എല്ലാം ദുർബലമാണ്. ഒന്ന്, ജയിലിൽ എന്തുകൊണ്ട് പ്രിക്കോഷൻസ് എടുത്തിട്ടില്ല. അവരുടെ മുന്നിൽ ജയിലിൽ നിന്ന് വലിയ പ്രശ്നമുണ്ട്. ചെകുത്താനും കടലിന് നടുവിലായിരുന്നു. അപ്പം കടലിനെക്കാളും നല്ല ചെകുത്താനെന്ന് അവർ വിചാരിക്കും. മനുഷ്യന്മാർ അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ശശികലയ്ക്ക് ജയലളിത ജീവിച്ചിരുന്ന സമയത്താണല്ലോ പ്രസക്തി ഉണ്ടാവുക, അല്ലാത്തതല്ല. എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ അവർ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഈ വിവരമില്ലാത്ത ആളുകളാണ്, ബേസിക് നോളജ് അല്ലേ ഉള്ളൂ.
അത് ആഗ്രഹിച്ചു പോകും. സ്വാമിജി പറഞ്ഞ കാര്യം, സ്വാമിജി നമ്മുടെ ബാലനന്ദി ഉള്ളിക്കാണ്ട് ഒരു കവിത ഉണ്ട്, അതിൽ പറയുന്നത് അവനവൻ എന്നെ കാവലിരിക്കേണ്ട മനുഷ്യന്റെ അവസ്ഥനെ പറ്റി പറയുന്നുണ്ട്. അതാണ് ജയലളിത. നമ്മളൊക്കെ തന്നെ ഒരു 4-5 വർഷം നമുക്ക് നിരന്തരം നമ്മൾ ആരായപ്പോൾ നമ്മളെ ഗാർഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളോ മക്കളോ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അതാണ് പ്രോബ്ലം. നമ്മൾ ആ സൈക്കോളജിക്കലായിട്ടും കുറച്ച് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നതിന്റെ സാങ്കത്യം പിടികിട്ടും. അത്രേ ഉള്ളൂ. യെസ്, വളരെ നന്ദി ജിമോൻ ജേക്കബ്. നേരിട്ട് എത്തി ഇക്കാര്യത്തിന് താങ്കളുടെ റിപ്പോർട്ട് സംബന്ധിച്ച് വിശദീകരണവും ഇക്കാര്യത്തിലുള്ള ദുരൂഹതകളും വ്യക്തമാക്കിയതിന്. ഒപ്പം സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ദേവദാസ് ചർച്ചയിൽ പങ്കുചേർന്നു. ഇനി രാഷ്ട്രീയം, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ പിൻഗാമിയെ ചൊല്ലിയുള്ള തർക്കം മുറുകുമ്പോൾ തമിഴ് രാഷ്ട്രീയം എങ്ങോട്ടെടുക്കുന്നു, ഈ ചർച്ചയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ഫക്രുദ്ദീൻ അലി, മസൂദ്, ഒപ്പം ദില്ലിയിൽ നിന്ന് PV തോമസ്, ആനി രാജ ചർച്ചയിൽ പങ്കുചേരും. KVS ഹരിദാസ് കൂടി മാധ്യമപ്രവർത്തകൻ ചർച്ചയിൽ തത്സമയം.